യുവരാജ്, നിങ്ങൾക്ക് SFIയുടെ സമരചരിത്രം അറിയില്ല, അതാണ് പ്രശ്നം. അതാണ് ഗവർണറുടെയും പ്രശ്നം. ഗവർണർ ഡൽഹിയിൽ പോയി പറയുന്നുണ്ട്, ഞാൻ ഇനിയും വരും, 16-ാം തീയതി കാലിക്കറ്റിലേക്ക് പോവുകയാണ്, എന്റെ കാറിന്റെ മുന്നിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇനിയും ഞാൻ കാറിന് വെളിയിൽ ഇറങ്ങും, ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന്. യുവരാജ്, പക്ഷേ അത് SFI നേരിടുമെന്നാണ് അഫ്സൽ പറയുന്നത്. SFI അറിയില്ല എന്ന്. അല്ല, ശ്രീ മഞ്ജുഷൂരിക്ക് ഒറ്റ കാര്യം ഇനി പറ, ഞാൻ കേക്കട്ടെ. ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളതാണ്. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞു കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം, അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ ഗവർണർക്ക് കേന്ദ്ര സർക്കാരിന്റെ ലിസ്റ്റ് കൂടെ അനുകൂലിക്കാൻ വേണ്ടി കഴിയും, അനുവദിക്കാൻ വേണ്ടി കഴിയുമെന്ന്. കേന്ദ്ര ഗവൺമെന്റ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഇന്ന ആളുകളെ നിയമിക്കണം അല്ലെങ്കിൽ നോമിനേറ്റ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തിരുന്നോ? താങ്കൾ സംസാരിക്കുന്ന ഭാഷയിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ആ ശൈലി, ആ സ്ലാങ് പിടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വളരെ മാന്യമായിട്ട് പറയണം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? താങ്കൾ പറഞ്ഞു എന്താണ്, ഇവിടെ കേരളത്തിന്റെ സർക്കാരാണ് ഭരിക്കുന്നത്, അപ്പോൾ കേരള സർക്കാർ പറയുന്നവരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ താങ്കളോട് പറഞ്ഞതാണ്, അത് കൺകറന്റ് ലിസ്റ്റിലാണ്, അത് കേരള സർക്കാരിന് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തന്നെയാണ് കേന്ദ്രത്തിലും ഭരിക്കുന്നത് എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ താങ്കളോട് അവിടുന്ന് ലിസ്റ്റ് വന്നുവെന്നോ ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തുവെന്നോ അതനുസരിച്ചാണ് ഗവർണർ നിയമനം നടത്തിയെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം താങ്കൾ കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും നിയമിക്കാനുള്ള സ്ഥാനത്തിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള പേര് എവിടുന്ന് ലഭിച്ചു? നിങ്ങൾ ഗവർണറല്ലേ പറയേണ്ടത്, ഞാനല്ലോ പറയേണ്ടത്, ഞാനാണോ പറയേണ്ടത്? ഞാനെന്താ ഗവർണറുടെ വക്താവ്? ഞാനെന്താ അവസ്ഥ ഗവർണറുടെ വക്താവാണോ? ഞാൻ ഗവർണറുടെ വക്താവല്ല. താങ്കൾ പറഞ്ഞതിന് ഒരു ടെക്നിക്കൽ ഫോൾട്ട്, ടെക്നിക്കൽ എറർ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഗവർണറുടെ വക്താവായിട്ടല്ല ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. CPM ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് നിയമനം നടത്തിയില്ല എന്ന് പറഞ്ഞ് ഗവർണറെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംരക്ഷിക്കണമെങ്കിൽ സംരക്ഷിക്കും. അല്ല, DC-മാരുടെ ലിസ്റ്റ് കൊടുക്കുന്നത് CPM AKG സെന്ററിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കണ്ണൂർ VC പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അഫ്സലെ, കണ്ണൂർ VC എങ്ങനെയാ പുറത്തു പോയത്? എവിടെ നിന്ന് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചായിരുന്നു കണ്ണൂർ VC നിയമിച്ചത്? എന്റെ അമ്മയെ നാട്ടിച്ച് കണ്ണൂർ VC പുറത്തു പോയത് ഗവർണർ എന്ന് പറയുന്ന എങ്ങനെയാണ് പുറത്തായത്? ആ ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് പുറത്തായത്. അഫ്സൽ, അവിടെ വേറെ ഒരു ടെക്നിക്കാലിറ്റി പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് പുറത്തായത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റ് പോയത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് പറ്റിയ പണി എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് പറ്റിയ പണി ഞങ്ങളുടെ ശാഖയിലെ മുഖ്യ വിഷയമാണ്. കാരണം വഴിയെ പോകുന്നവർക്ക് മുഴുവൻ നിങ്ങൾ ട്രൗസർ വെച്ചു കൊടുത്ത് എല്ലാവരെയും പിടിച്ച് RSSന്റെ ശാഖയിലാക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാരനെ RSSൽ എടുത്തു, ആങ്കറെ RSSൽ എടുത്തു, വഴിയെ പോകുന്ന എല്ലാവരും നിങ്ങളിപ്പോ ശാഖയിൽ ചേർത്ത് RSSകാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ സമ്പർക്ക പ്രമുഖ പോലും നിങ്ങളുടെ അത്രയും പണി ആ വിഷയത്തിൽ എടുക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് വഴിയെ പോകുന്നവരെ എല്ലാവരും പിടിച്ച് ഇങ്ങനെ RSSലേക്ക് ചേർക്കുന്നതിന്. വെല്ലുവിളിയുടെ സ്വരമാണ് ഗവർണർ നടത്തിയത്. അല്ല, വെല്ലുവിളിയുടെ സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോൺവോയ് മുഴുവൻ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് നേരിട്ട് പോയിട്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അഫ്സൽ, നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഗവർണറുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമുക്കറിയാം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പോയി പ്രൊവോക്ക് ചെയ്തു, അദ്ദേഹം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മുഖ്യമന്ത്രി കാണിക്കുന്നില്ല, കടക്ക് പുറത്ത് ദൂരേക്ക് പോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ച് തള്ളുന്ന എന്തൊക്കെ കാര്യം മുഖ്യമന്ത്രി കാണിക്കുന്നുണ്ട്. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ജനസമ്പർക്കം എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ട് മുഖ്യമന്ത്രി കുറച്ച് പൂരപ്രമുഖരുമായിട്ട് എവിടെയോ ഇരുന്ന് വട്ടമേശയിലിരുന്ന് അദ്ദേഹം അണ്ടിപ്പരിപ്പും കാഷ്യൂ നട്ടും ഒക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. ആൾക്കാരെ മുഴുവൻ ഒരു കൗണ്ടർ ഇട്ട് അപ്പുറത്തല്ലേ നിർത്തിയിരിക്കുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.